ഗുരുവാണ്. ജന്മങ്ങളായിട്ട് ഭഗവാൻ എന്ത് തന്നു അത് മതി, അല്ലെങ്കിൽ ഈശ്വരൻ എന്ത് തന്നു അത് മതി. ഞാനിതേപ്പറ്റി ഭക്തി എന്താണെന്നോ യോഗം എന്താണെന്നോ കർമ്മം എന്താണെന്നോ അറിഞ്ഞവനല്ല. ഞാനിതൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അങ്ങ് കൊടുത്ത കർമ്മം എന്താ അത് ചെയ്തണ്ടങ്ങ് പോയി. മനസ്സിലായോ പറഞ്ഞത്? അവനെ പറ്റി ആരാണ് നോക്കുന്നത്? ദൈവം തന്നെ നോക്കും. അവനിതേപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അതാണ് പരമഭക്തി എന്ന് പറയുന്നത്. അതാണ് ആ ഭക്തി വരുമ്പോ രണ്ട് ഭാവമാണെന്ന്. നമുക്ക് ഒരു ഏറ്റവും വലിയ കാമവികാരിയായ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൻ ആരാകട്ടെ, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവിനെ കണ്ട എങ്ങനെ നോക്കും? അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കണ്ട അവനെങ്ങനെ നോക്കും? ഇതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തി നിറഞ്ഞ ഭാവനയിൽ എന്ത് നോക്കും? അവൻ നോക്കുന്ന എന്താണ്? ഒരു ചീഞ്ഞ പട്ടിയെ കണ്ട അവനെങ്ങനെ നോക്കും? എന്നിട്ട് അവൻ എങ്ങനെ നോക്കുമെന്ന് പറയും. ഒരു ചീഞ്ഞ പട്ടിയെ കണ്ടാൽ അവനെങ്ങനെ നോക്കും? ചീഞ്ഞ പട്ടിയെ കണ്ട് അവിടെ യേശു നോക്കിയത് എങ്ങനെ? ഈശ്വരപരമായി ഈ സൃഷ്ടിയുടെ വൈഭവത്തെ പറ്റിയാണ് അവൻ നോക്കിയത്, അതിന്റെ സ്നേഹം. അപ്പൊ അവിടെ ചെന്നിരുന്ന് അത് മറ്റവരൊക്കെ ഇങ്ങനെ പോയി. പക്ഷെ അവൻ ചെന്നിരുന്നിട്ട് ഇത് നോക്കിയാണ്. അപ്പൊ ഇതൊക്കെ ചീഞ്ഞളിയുന്ന സാധനം തന്നെ ഇല്ല, അളിയും. പക്ഷെ ഈ സൃഷ്ടിയെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ചീഞ്ഞളിഞ്ഞിട്ട് ആ ഈശ്വരന്റെ മഹിമ എല്ലാം അറിഞ്ഞിട്ടായാല് ആ പല്ലിന്റെ അഴക് മാറ്റിയിട്ടില്ല, മാറിയിട്ടില്ല. എന്തിനാണ് അത് യേശുവിടെ അതങ്ങനെ കാണിച്ചത്? യേശുവിന് ഈ പട്ടിയുടെ പല്ലിന്റെ അഴക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതുപോലെ അപ്പൊ ഇത് ഭക്തിയുടെ ഭാവനയിൽ നിന്ന് ഉയർന്നു വന്ന മാനദണ്ഡമാണ്. ഇതെല്ലാവർക്കും വരണമെന്നില്ല, ഭക്തി ഇല്ലാത്തത് കൊണ്ടല്ല. അതാണ് കർമ്മം ചെയ്ത് പരിചയമാണ് കാണുന്നത്. അല്ലാതെ യേശുവിന് നാറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ആ നാറ്റവും കൂടി സുഗന്ധമാക്കിയെന്നൊന്നും ധരിക്കരുത്, മണ്ടത്തരമൊന്നും പറഞ്ഞോളരുത്. അങ്ങനെ ഈ നാറ്റം ജനങ്ങള് അനവധി ആളുകൾ പോവുകയാണ് വഴി കൂടി. ഇത് ഇവന്മാര് കുടിച്ചിടുകയില്ല.